അടുത്തതായിട്ട് സഭയിലെ ശുശ്രൂഷാവൃന്ദം എന്ന് പറയുന്നത് ഉപദേഷ്ടാക്കന്മാരാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അപ്പോസ്തലന്മാരെ കുറിച്ചും സുവിശേഷകന്മാരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ചിന്തിച്ചു. അല്പം മുമ്പ് നമ്മൾ ഇടയന്മാരുടെ യോഗ്യതകളും നമ്മൾ പഠിക്കുവാനിടയായി. ഇന്ന് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു അധ്യക്ഷൻ അധ്യാപകൻ കൂടെയാണ്. 1 തീമോഥെയോസ് 5:17 വായിക്കാം. 1 തീമോഥെയോസ് 5:17. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിനു യോഗ്യരായി എണ്ണുക. ഒരു പദം നിങ്ങൾ കണ്ടോ? വചനത്തിൽ അധ്വാനിക്കുന്ന മൂപ്പന്മാർ. വചനത്തിൽ അധ്വാനിക്കുന്നവരുണ്ട്. ഒരു അധ്യാപകൻ പഠിപ്പിക്കണമെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. ദൈവവചനം വായിച്ചു, പഠിച്ചു, ധ്യാനിച്ചു, നോട്ടുകൾ ഒരുക്കിയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അന്നേരം വചനത്തിൽ അധ്വാനിക്കുന്ന വ്യക്തി. എബ്രായർ ലേഖനം 13:7 വായിക്കാമോ? എബ്രായർ 13:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കുക. ഇതൊരു അധ്യാപക വൃത്തിയാണ്. 2 തീമോഥെയോസ് 2:2 തീമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, നീ പഠിച്ചതൊക്കെ മറ്റുള്ളവരെ സമർത്ഥരായ ആൾക്കാരെ ഫലമേൽപ്പിക്കണം. മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സമർത്ഥരായ മൂപ്പന്മാരെ ആക്കി വെക്കണം. അപ്പോസ്തലനായ പൗലോസ് താനൊരു അപ്പോസ്തലനും പ്രസംഗിയും മാത്രമല്ലായിരുന്നു, താനൊരു ഉപദേഷ്ടാവ് കൂടെയായിരുന്നു. അപ്പോസ്തോലിക കാലഘട്ടങ്ങളിൽ ഒന്നിലധികം ശുശ്രൂഷകൾ ഒരാൾക്ക് ചെയ്യാൻ ദൈവം സാവകാശം കൊടുത്തിരുന്നിട്ടുണ്ട്. ഇന്നും അങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തോലിക കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദുരുപദേഷ്ടാക്കന്മാർ ഒരുപാട് സഭകളിൽ പ്രവേശിക്കാൻ തുടങ്ങി. അന്നേരം ദൈവവചനം പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഏറി വന്നു. എന്നിട്ട് ദൈവദാസന്മാർ നന്നായി വചനത്തിൽ അധ്വാനിക്കാൻ തുടങ്ങി. ദൈവവചനം പഠിപ്പിക്കുന്ന ബൈബിൾ ടീച്ചേഴ്സ് എഴുന്നേറ്റു. നമുക്കറിയാം, ഇന്ന് അനേക ബൈബിൾ കോളേജുകളുണ്ട്, സെമിനാരികളുണ്ട്. എത്ര സെമിനാരികൾ ഉണ്ടായാലും വീണ്ടും വീണ്ടും ആളുകൾ വചനം പഠിക്കാൻ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ട്? സത്യം അറിയണം, സത്യം ജനത്തെ പഠിപ്പിക്കണം. അന്നേരം വചനപാഠം ഉള്ളവർ ദുരുപദേശത്തിന് മറുപടി പറയണമെന്ന് ദൈവദാസന്മാർ ആഗ്രഹിച്ചു. ഇന്നും എല്ലാവരോടും മറുപടി പറയാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരികയില്ല. വചനത്തിൽ തിട്ടമുള്ള വ്യക്തികൾക്ക് മാത്രമേ ചിലരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകണമെന്നില്ല.
അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു എന്നാണ് എഫെസ്യർ 4:11 നമുക്ക് കാണുവാൻ തക്ക ഇടയായിത്തീരുന്നത്. അന്നേരം ഇവിടെ പഠിക്കുന്ന ദൈവാസന്മാരും ദാസിമാരൊക്കെ കർത്താവിന് വേണ്ടി വചനത്തിൽ അധ്വാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി എടുത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നിർത്തുകയാണ്. ഒന്ന്, ദൈവസഭയുടെ ഇന്നത്തെ മൂല്യച്യുതിയെ കുറിച്ചുകൂടെ നാം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സഭാശാസ്ത്രമാണല്ലോ പഠിപ്പിക്കുന്നത്. അതില് ദൈവസഭയുടെ ഇന്നത്തെ മൂല്യച്യുതി. സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ഒന്ന് വായിക്കാമോ? എഫെസ്യർ 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. സഭാ ശുശ്രൂഷകന്മാർ ആ പദവിയിൽ വരുന്നത് മാനുഷിക നിയമനം വഴിയല്ല, സ്വയമായി വരുന്നതല്ല, സാഹചര്യം കൊണ്ടും വരുന്നതല്ല, ദൈവമാക്കിയത് കൊണ്ട് വരുന്നതാ. രാമൻ പറയാമോ? ദൈവമാണ് സഭയിൽ ശുശ്രൂഷകന്മാരെ ആക്കി വെക്കുന്നത്. ഒരു സംഘടനയുമല്ല, ഒരു മനുഷ്യനുമല്ല, ഒരു നേതാവുമല്ല, ഒന്നുമല്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലരധികം മുഖാന്തരമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ ആരെയും പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. ദൈവം തിരഞ്ഞെടുത്തവനെ ആ ശുശ്രൂഷയെ വെക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇസ്രയേലിൽ രാജഭരണം വന്നത്? ഇസ്രയേലിൽ രാജഭരണം വരാനുള്ള കാരണം ചുറ്റുമുള്ള രാജാക്കന്മാരെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം, നല്ല രസമുണ്ട്. ഒന്ന് ശമൂവേൽ 8-ാം 19-20 വായിക്കണം. 1 ശമൂവേൽ 8:19-20. എന്നാൽ ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിനു മനസ്സില്ലാതെ, അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റു സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണമെന്ന് അവർ പറഞ്ഞു. നോക്കണം, എന്ത് വേദനാജനകമായ ഒരു കാര്യം നോക്ക്. ശമൂവേലിന്റെ വാക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അഭിഷിക്തരായ ദൈവദാസന്മാരുടെ വാക്കുകൾ ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു തലമുറയാണ് എഴുന്നേൽക്കുന്നത്. അവര് നോക്കുമ്പോൾ ജാതികൾ, അത് വളരെ സ്പഷ്ടമായിട്ട് എഴുതിയേക്കുവാണ്. ദൈവഭരണത്തിന്റെ കീഴിൽ ജനം മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുപേര് കൂടി പറയുകയാണ്, ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. Gentile system, we need the Gentile system in our community. ജാതീയ അനാചാരങ്ങൾ സഭയ്ക്കകത്തിലേക്ക് വെൽക്കം ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. 8-ാം അധ്യായം 7-ാം വാക്യം വായിക്കാമോ? അതേ 1 ശമൂവേൽ 8:7 വായിച്ച്. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെ അല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. They have rejected me, not you. നിന്നെ അല്ല, എന്നെയാണ് അവര് റിജക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? വളരെ ദുഃഖം തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പാർക്കുന്നത്. നമ്മുടെ സഭയിലൊക്കെ
വരുന്ന സിസ്റ്റങ്ങൾ പലതും ദൈവത്തിൽ നിന്നാണോ വചനത്തിൽ നിന്നാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ബിലെയാം എന്താ പറഞ്ഞതെന്നറിയാമോ? ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, അടുത്ത പറഞ്ഞേ, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അങ്ങനെ സാക്ഷ്യം പ്രാപിച്ച ഈ സമൂഹം കാലങ്ങൾ കഴിഞ്ഞ് ശമൂവേലിന്റെ കാലഘട്ടത്തിൽ പറയുകയാണ്, ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഈ സമൂഹം പറയുകയാണ്, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ എന്ത് ചെയ്യണം? ഒരു രാജാവിനെ തരണം. ജാതികൾക്കുള്ളതുപോലെ പലതും വേണം, എല്ലാം വേണം. 28 കെട്ട് വേണം, അടിയന്തരം വേണം, ഓണം വേണം, സകലതും വേണം, എല്ലാം വേണം. എന്തിനാ മാറ്റി നിർത്തുന്നത്? വേർപാടെന്തി? ഒരു ദൈവം എല്ലാം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഇന്ന് സഭയുടെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ വി പി ജോൺ പാസ്റ്റർ സഭയുടെ അധ്യക്ഷന്മാരെ ഇന്ന് തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രീയക്കാരെ പോലെ ബാലറ്റ് പേപ്പർ വഴിയല്ലേ? അങ്ങനല്ലേ? അതെ അതെ. ചിന്തിച്ചു നോക്കിയേ, ദൈവവചനം ലംഘിക്കുന്ന സ്ഥാനാർത്ഥികൾ, വചനം ലംഘിക്കുന്ന അണികൾ, അല്ലേ? ജനം അങ്ങ് പക്ഷങ്ങളായിട്ടങ്ങ് തിരിഞ്ഞിരിക്കുക. 1 Corinthians 3-ാം അധ്യായത്തിൽ കാണുന്ന പോലെ സ്വതന്ത്രം എല്ലാ ഗ്രൂപ്പിസമായി മാറി. യാക്കോബ് പക്ഷം, എബ്രഹാം ഭാഷ പക്ഷം, ജോൺസൺ ഭാഷ പക്ഷം, എല്ലാം പക്ഷം. ജനം പക്ഷങ്ങളായിട്ട് തിരിയുക. ഈ ജഡികന്മാർ വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് സഭയിലെ ഗ്രൂപ്പിസം. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ല, ഞാൻ ഈ യാഥാർത്ഥ്യമായി പറയും. ഗ്രൂപ്പിസം വർദ്ധിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ജഡികന്മാർ ദൈവസഭയിൽ പിടിമുറുക്കിയെന്ന് ഓർത്തോണം. സ്തോത്രം. അത് ഇന്ന് മാത്രമല്ല, കൊരിന്ത്യ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? കൊരിന്ത്യ സഭയിൽ എന്തോ ആയിരുന്നു? പൗലോസിന്റെ പക്ഷക്കാരുണ്ടായിരുന്നു, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരുണ്ടായിരുന്നു, കേഫാവിന്റെ പക്ഷക്കാരുണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ പക്ഷക്കാരുണ്ടായിരുന്നു. മനസ്സിലായോ? ഇതൊന്നും ദൈവീയമല്ലെന്ന് ഓർത്തോ. ജനം പക്ഷങ്ങളായി തിരിയുന്നു. ഡിവിഷൻസ് ആൻഡ് ഗ്രൂപ്പിസം. ചില സഭകളിലൊക്കെ 8-9 ഗ്രൂപ്പാ. എന്താ പറയാനാ? എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് മൊത്തമായിട്ട് അടുത്ത ചർച്ചിലോട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അതുകൊണ്ട് പാസ്റ്റർമാർക്ക് പോലും പറയാൻ പറ്റും, അല്ലേ? എന്നാലും ഒന്ന് ഓർത്ത് നോക്കണം, ഇന്നത്തെ ആത്മീയ ഭരണം എവിടെ പോയി? വ്യക്തികളുടെ മാനുഷിക കഴിവിന്റെയും ബാലറ്റിന്റെ ബലത്തിലും ദൈവസഭയുടെ ഭരണം ചിലരുടെ കയ്യിൽ എത്തപ്പെടുകയാണ്. അതിനവർ പറയുന്ന ഒരു ന്യായമുണ്ട്. അവർ പറയുന്ന ന്യായം എന്താണെന്നറിയാം? ഞാൻ ചിലരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ബൈബിളിൽ നിന്ന് തന്നെയാ വാക്യം തരും. ആ വാക്യങ്ങളൊന്നും എടുക്കാം, വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 25-26 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ-25-26.
ഈ ഇരുവരിൽ ഏവനെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. നമുക്കറിയാം യൂദ ഇസ്കറിയോത്ത് കെട്ടിയാന്ന് ചത്തു. ഒരു സീറ്റ് ഒഴിവുണ്ട്. 2 പേരാ വന്നേക്കുന്നത്, ജോസഫസും പിന്നാരാ മത്തിയാസും. എന്നിട്ട് ഇവരെ തെരഞ്ഞെടുക്കണം. 2 സ്ഥാനാർത്ഥികൾ വന്ന് നിൽക്കുക. ചീട്ടിട്ടു. ചീട്ട് ആർക്ക് വീണു? മത്തിയാസിന് വീണു. മത്തിയാസ് ചെയ്ത ശുശ്രൂഷ എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ മത്തിയാസിന്റെ ശുശ്രൂഷയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? പത്രോസിന്റെ കാര്യമുണ്ട്, പിന്നെ പൗലോസ്, മത്തിയാസിന് ശേഷം വന്ന പൗലോസിന്റെ കാര്യമുണ്ട്, യോഹന്നാന്റെ കാര്യമുണ്ട്, യാക്കോബിന്റെ കാര്യമുണ്ട്, എല്ലാ അപ്പോസ്തലന്മാരുടെയും കാര്യം ബൈബിളിലുണ്ട്. ചീട്ടിട്ട് കിട്ടിയവന്റെ ഒരു വിവരം ബൈബിളിൽ. ഒന്ന്, ഇനി എന്നായി ചീട്ടിട്ടത് അതുകൂടെ പഠിക്കണം. ദൈവവചനം നിവർത്തിയാകേണ്ടതിന്. അല്ല, എന്നാ ഏത് സമയത്താ ചീട്ടിട്ടെന്നറിയാമോ? പെന്തക്കോസ് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിന് മുമ്പായി ചീട്ടിട്ടത്. പുതിയ നിയമസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം ഒറ്റയാളെ പോലും ചീട്ടിട്ട് എടുത്തിട്ടില്ല. എന്നിട്ട് ദൈവവചനം അറിയാത്ത കുറച്ചു പേര് പറയും മത്തിയാസിനെ ചീട്ടിട്ടാ എടുത്ത്, അതുകൊണ്ട് ഇപ്പൊ ചീട്ടിട്ടങ്ങ് എടുക്കുക. സ്തോത്രം. സഭയുടെ ചരിത്രത്തിൽ ഇവരുടെ പേര് പോലും കാണിയാലും പറ്റും. നിങ്ങളുടെ ജീവോത്സവത്തിൽ പേരുണ്ടായിട്ട് വേണ്ടേ സഭയെ വരാൻ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? നിങ്ങൾ എന്നോട് പിണങ്ങല്ല, ഞാനിതിങ്ങനെ ഒക്കെ പറയുന്ന ഒരു മനുഷ്യൻ കൂടാണ്. സ്തോത്രം. അന്നേരം നോക്കിക്കേ, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തില് ദൈവസഭയുടെ ഭൗതിക കാര്യങ്ങൾ നടത്തുവാൻ മേശമേലെ ശുശ്രൂഷയ്ക്കായിട്ട് വോട്ടിട്ടാണോ തെരഞ്ഞെടുത്തത്? ആണോ? അവിടെ 7 പേരെ തെരഞ്ഞെടുത്തല്ലോ. വായിച്ചാട്ട് 6-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ആമേൻ. അപ്പോസ്തലന്മാർ അവർക്ക് ഉപദേശം കൊടുത്തു. അവർ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം, അവർ ജ്ഞാനമുള്ളവരായിരിക്കണം, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം, അവർ വിശ്വാസമുള്ളവരായിരിക്കണം. ഇങ്ങോട്ട് കണ്ടീഷൻ വെച്ചു. എന്നിട്ട് അങ്ങനെയുള്ളവരെ സഭയിൽ എടുക്കാൻ പറഞ്ഞു. 7 പേരെ തിരഞ്ഞെടുത്തു, വോട്ടിട്ടല്ല എടുത്ത്. അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടന്നു. പരിശുദ്ധാത്മാവാ പറഞ്ഞത്, ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലക്കായി വേർതിരിക്കാൻ. വോട്ടിട്ടല്ല വേർതിരിച്ചത്. എലക്ഷൻ മെത്തേഡ് വ്യക്തിപൂജകൾക്ക് വഴിവെക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡിവൈൻ. അത് ദൈവികമല്ല. മനസ്സിലായോ? യഹോവയായ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, യിശായിയുടെ മക്കളിൽ ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്. നീ ഇപ്പൊ ബേത്ലഹേമിൽ പോയി ഇസ്രായേലിന് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. ആ ഭാഗങ്ങൾ വായിച്ച വളരെ രസകരമാണ്. 16-ാം അധ്യായം 1 ശമൂവേൽ 16, അതിന്റെ 6, 7 വാക്യങ്ങൾ ഇത് വായിച്ചു. അവർ വന്നപ്പോൾ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖം. ഇവിടെ യിശായിയുടെ മക്കൾ മൂത്ത മകൻ ഏലിയാബ്, ഏലിയാബ് അല്ല ഏലിയാബ്.
എലിയാവ്. നോട്ടത്തിൽ പൊക്കവും വണ്ണവും, നോട്ടത്തിൽ നല്ല ഇസ്രായേലിന്റെ രാജാവാകാൻ ആപ്റ്റായിട്ട് ഒരു മനുഷ്യനാണ്. ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെ അഭിദാതാവ് വന്നു, ശമ്മ വന്നു. കർത്താവ് പറഞ്ഞു, ശമൂവേലെ, നീ അവന്റെ പൊക്കവും മുഖവും ഒന്നും നോക്കല്ലേ. എക്സ്റ്റേണൽ ഫിഗറിലല്ല ഞാൻ ഒരാളെ നിയമിക്കുന്നത്. ഇന്ന് മനുഷ്യന് വേണ്ടുന്ന എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ്, എക്സ്റ്റേണൽ ഫിഗറിലാണ്. മുഖം നോക്കിയും പൊക്കം നോക്കിയും പണം നോക്കിയും അധികാരം നോക്കിയും ഒക്കെയാണ് ഇന്നത്തെ ആത്മീയ മണ്ഡലം മുഴുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ആൾക്കാർ, അല്ലേ? അന്നേരം ഇവിടെ ഇനി അതിന്റെ 12-ാം വാക്യം വായിച്ചേ. 12-ാം വാക്യം. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ്, ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. നോക്കിക്കേ, പവിഴ നിറമുള്ളവൻ, കോമളരൂപി, സുനേത്രൻ. എടാ, ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടിവരൊന്നും ഇവർ അടുപ്പിക്കുകയില്ല. ഇവരെ വിടുന്നത് അങ്ങ് ഹൈറേഞ്ചിലും മലബാറിന്റെ അങ്ങ് അറ്റത്തും കടൽ തീരത്തും കാട്ടിലും ഒക്കെയാണ്. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഈശായുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള മക്കളല്ല, വേറെ ആളുണ്ടെന്ന് പറഞ്ഞു. ഇവൻ ചോദിച്ചു, നിന്റെ മക്കളിൽ എല്ലാവരും ആയോ? എന്റെ ഒരുവരുണ്ടത്. വീട്ടിൽ ഇത്രയും വിഭവസമർത്ഥമായ സദ്യയും യാഗവും തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ ആ ദാവീദിനെ മാറ്റി നിർത്താൻ ഈ അപ്പനും അമ്മയ്ക്കും എങ്ങനെ തോന്നി? അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന്. അല്ലേ? അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളു. നോക്കിക്കേ, ദൈവം തെരഞ്ഞെടുത്തത് ആരെയാ? ഇന്നത്തെ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ആരെ തെരഞ്ഞെടുക്കും? ഏലിയാവിനെ തെരഞ്ഞെടുക്കും. ദാവീദിനെ തെരഞ്ഞെടുക്കുവോ? പറ. തെരഞ്ഞെടുക്കുകയല്ല. എന്നിട്ട് ദൈവത്തിന്റെ പദ്ധതി നടക്കുവോ? നോക്കിക്കേ, പണം മുടക്കി അധികാരം പിടിച്ചെടുക്കാൻ ഇലക്ഷൻ സഹായിക്കും. ഇലക്ഷനൊക്കെ ഒരു എന്ത് പൈസ എറിയുന്നത്, അല്ലേ? അറിയാവുന്നവർക്കറിയാം. എങ്ങനെ വണ്ടിയൊക്കെ പിടിച്ചാണ് പല സ്ഥലത്തു നിന്നും കൊണ്ടിരുന്ന വോട്ട് ചെയ്യിക്കാൻ. ഇനി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്താൻ ഒത്തിരി സാധ്യതകളുമുണ്ട്. ആരെ അടുപ്പിക്കുന്നില്ലല്ലോ, ഇതൊന്നും അറിയുന്നില്ലല്ലോ ആരും. എലക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം എന്നതറിയാം, ദൈവസഭയിലുള്ള ദൈവാശ്രയം കുറയ്ക്കുന്ന സംഭവമാണ്. ദൈവത്തിലുള്ള ആശ്രയത്തെ കുറയും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വിശ്വസ്തരും സൗമ്യരുമായ ആത്മീയരായ ദൈവമക്കൾക്ക് അവസരം കിട്ടണമെന്നില്ല. അവർക്ക് ഒരിക്കലും അവസരം കിട്ടിയല്ല. ഇലക്ഷൻ സമ്പ്രദായം വന്നാൽ ആത്മീയതയുള്ളവർ ഭരണതലത്തിൽ കുറയാൻ സാധ്യതയേറെയാണ്, അല്ലേ? ഇനിയും ഭരിക്കുന്ന ഇലക്ഷൻ മുഖാന്തരം ജയിച്ച ഒരാളെ നോക്കിക്കേ, അവന്റെ ജീവിതകാലം മുഴുവൻ ജയിപ്പിച്ചവരോട് അവന് കടപ്പാടുണ്ട്. ദൈവത്തോടല്ല, ജയിപ്പിച്ചവരോട് കടപ്പാടുണ്ട്. ദൈവഹിതത്തിന് ഇടമില്ലാതെ വരികയല്ലേ. മുമ്പ് നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ ആധിപത്യം സഭയിൽ ഇല്ലാതെ വരികയാണ്. ദൈവസഭയ്ക്ക് മൂല്യച്യുതി സംഭവിക്കുകയാണ്. ഇപ്പൊ ഞാൻ നോക്കിയാൽ മാറുകയില്ല, VP പാർസ് നോക്കിയാൽ മാറുകയില്ല. അത് സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. ജാതികൾക്കുള്ളതുപോലെ ആഗ്രഹിക്കുന്ന കോൺഗ്രിഗേഷൻ ഓർഗനൈസേഷൻസ് വർദ്ധിച്ചു വരുന്നത് കൊണ്ട് എവിടെയും ആത്മീയരായ 1-2 ദൈവദാസന്മാർ അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല.
എനിക്ക് പറയാനുള്ളത് സഭ ആകയാൽ വോട്ട് സിസ്റ്റത്തിൽ നിന്ന് ദൈവസഭ ഒഴിഞ്ഞിരിക്കുന്നതെന്നല്ല. പിന്നെ എങ്ങനെ ഇത്രയും വലിയ പ്രസ്ഥാനമൊക്കെ കൊണ്ടുപോകണമെന്ന് ചോദിക്കും. ആത്മീയരാണെങ്കിൽ സഭയുടെ മുൻനിരയിൽ പറയും, അടുത്ത 3 വർഷത്തേക്ക് നമ്മളെ നയിക്കാൻ ഇന്ന ദൈവാസനെ നമ്മള് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള തയ്യാറുണ്ടാകണം ജനത്തിന്. പണ്ടങ്ങനല്ലായിരുന്നോ? വോട്ട് സിസ്റ്റം വന്ന് എത്ര നാളായി? പണ്ടങ്ങനെ ആയിരുന്നു. അന്നും പെന്തക്കോസ്തഭ നിന്നില്ലേ? ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്തഭ നിന്നില്ലേ? ഇന്ന് എന്തുകൊണ്ട് സംഭവിച്ചു? ജാതികളുടെ സിസ്റ്റം കയറി വന്നു, പൊളിറ്റിക്കൽ സിസ്റ്റം കയറി വന്നു. മനസ്സിലായോ? രാഷ്ട്രീയക്കാർ പെന്തക്കോസ്തുകാരുടെ സ്റ്റേജ് കൈയടക്കാൻ തുടങ്ങി. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കും. സ്തോത്രം. കർത്താവിന്റെ കൃപയാല് ഇന്നത്തെ ഇതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. സ്തോത്രം.